Dear students, welcome back. ഇന്നിപ്പോൾ നമ്മൾ ഹൈപ്പർബോളയുടെ ഒരു തിയറിയാണ് എടുക്കുന്നത്. ആൻഡ് റിമെമ്പർ നമ്മൾ +2 ലെവലിൽ പോരാ, കുറച്ചുകൂടെ ഹയർ ലെവലിൽ പോവുകയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് അതിൻ്റെ ബേസിക്സ് പറഞ്ഞു തരികയാണ്. ഒരു 4 ദിവസം ചെയ്യാൻ ശ്രമിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ 2017 മുതൽ 21 വരെ 21 വരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ ചെയ്യുകയാണ്. ആൻഡ് റിമെമ്പർ, വളരെ ബേസ് അറിയണം. പിന്നെ ഓരോ സെൻറ്റൻസിൻ്റെ മീനിങ് അത്രയും കറക്റ്റായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ. ആൻഡ് അഗെയിൻ റിമെമ്പർ, ഓരോ ക്വസ്റ്റ്യനും ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് ഉണ്ട്. അതിൽ സിംപ്ലസ്റ്റ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള കഴിവാണ് കോമ്പറ്റീഷന് പ്രധാനം. അപ്പോൾ നമുക്ക് ലൈവിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം. സോ ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോളയുടെ ക്യാരക്ടർ പറയുകയാണ്. യു നോ ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദി ഹൈപ്പർബോള എന്ന് പറഞ്ഞ ഉടൻ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. അപ്പം ഇതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ. ഇത് പറയുമ്പോൾ ഉടൻ b² എന്ന് പറയുന്നത് a² × e² - 1. പിന്നെ പഠിക്കുമ്പോൾ എലിപ്സിൻ്റെ വെരി സെയിം പ്രോപ്പർട്ടീസ് എക്സെപ്റ്റ് b² അവിടെ a² × 1 - e² ആയിരുന്നു, ഇവിടെ e² - 1. 2, മേജർ എന്നും മൈനർ എന്നും പറയൂല. ഇൻസ്റ്റെഡ് ഓഫ് ദം വി യൂസ് ദ വേർഡ്സ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ആൻഡ് കോൺജുഗേറ്റ് ആക്സിസ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ സെമി, അതായത് സെമി ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ് എ, സെമി ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ് ബി. ഇനി അടുത്തറിയേണ്ടത് ഇതിൻ്റെ പാരാമെട്രിക് കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ എ സിക് തീറ്റ ബി ടാൻ തീറ്റ എന്നറിയണം. അപ്പോൾ ഹൈപ്പർബോള തീറ്റ എന്ന് പറയുമെങ്കിൽ ഉടൻ നിങ്ങൾ ഓർമ്മിക്കൂ, ഇറ്റ് ഈസ് എ സിക് തീറ്റ ബി ടാൻ തീറ്റ. മറക്കരുത്. അടുത്ത ഇതിൻ്റെ ടാൻജന്റിൻ്റെ ഇക്വേഷൻ നമുക്ക് t = 0. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ടാൻജന്റ് അറ്റ് പോയിന്റ് കാണുന്നതിന് x² നെ xx എന്ന് വിചാരിക്കുക. ആ സ്പ്ലിറ്റ് ചെയ്തതിൽ ഒരു എക്സിന് പകരം ഇവിടുത്തെ x കോർഡിനേറ്റ് /a² മൈനസ് y² നെ y എന്ന് എഴുതുമ്പോൾ രണ്ടാമത്തെ yക്ക് പകരം തന്നിരിക്കുന്ന y റീപ്ലേസ് ചെയ്യുക. ഇതായിരിക്കും ആൻസർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു a ക്യാൻസൽ ചെയ്യാം, ഒരു b ക്യാൻസൽ ചെയ്യാം. സോ ദാറ്റ് ദ ഇക്വേഷൻ ബിക്കംസ് x cosec θ /a മൈനസ് y tan θ /b = 1. പിന്നെ ഇത് ഈ പോയിന്റിന് വരെ അറ്റ് x1 y1 ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു x(x1) /a² മൈനസ് y(y1) /b² മൈനസ് 1 = 0. ഇതൊക്കെ സ്പീഡിൽ എഴുതാൻ കഴിയണം. അടുത്തറിയണം, ഫോക്കസ് ഒക്കെ അറിയാം. എലിപ്സ് പോലെ തന്നെ ± a0. 2 ഡയറക്ട്രിക്സസ് ഉണ്ട്. x = ± a/e. സെൻറ്റർ ഒറിജിൻ വേറെ ഒന്നും മാറില്ല. അടുത്തറിയുന്നത് കോഡ്. ഇപ്പം നമ്മൾ ഹൈപ്പർബോള ഇതുപോലെ നമ്മൾ വരച്ചു. അപ്പം ഇതിൻ്റെ കോഡ്
in terms of midpoint ആണ് JEEക്കാർക്ക് ഭയങ്കര ഇഷ്ടം. And its equation is മുമ്പ് പറഞ്ഞിരുന്നു t equals s1. അതിൽ t എന്ന് പറയുന്ന equation of the tangent at x1 y1 and s1 means it is the equation when the curve passes through x1 y1. ഇത് മനസ്സിലാക്കി വെക്കുക. ഇത്ര അറിയാമെങ്കിൽ സാധാരണ എല്ലാത്തവണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ നൗ ലെറ്റ് us come to the problems. So, coming to the first question. No. So now, coming to the first question. So it is a hyperbola passes through a point. വാക്കുകളൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കിക്കോളൂ. The hyperbola passes through a point. This is instead of P, we use the word capital P. അപ്പോൾ മറക്കരുത്, instead of the word capital P, we use the word നോക്കണേ, ഇത് സ്മോൾ പിക്ക് വരെ ക്യാപിറ്റൽ പി ആണ്, അത് ഓർമ്മിക്കുക. ആൻഡ് ഹാസ് ഫോസൈ. അടുത്ത് പറഞ്ഞിരിക്കുന്നു ദ ടാൻജന്റ് ടു ദിസ് ഹൈപ്പർബോള പി പാസസ് ത്രൂ വിച്ച് പോയിന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ഒന്നുമില്ല കേട്ടോ. ആദ്യം നമ്മൾ ഇക്വേഷൻ ഓഫ് ദ പെരാബോള, സോറി ഹൈപ്പർബോള. നോക്കട്ടെ, first we will write what is the equation of the hyperbola. അപ്പോൾ നോക്കൂ, നമുക്ക് ആദ്യം ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽസ് 1 എന്ന് വിചാരിക്കാം. ഇതിൽ എയും ബിയും കണ്ടുപിടിക്കുന്ന ആദ്യം ഫോക്കസ് പ്ലസ് ഓർ മൈനസ് 2 0 എന്ന് തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് എ ഈസ് 2. അടുത്ത് പറഞ്ഞിരിക്കുന്നു ദ ഹൈപ്പർബോള പാസസ് ത്രൂ റൂട്ട് 2 റൂട്ട് 3, അതായത് പിന്നെ 2 by a square minus 3 by b square is equal to 1. പക്ഷെ നിങ്ങൾക്കറിയാം ബി സ്ക്വയർ എന്ന് പറഞ്ഞ എ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ മൈനസ് 1. അപ്പം അതിൽ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എ ഇ ദ ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. ആൻഡ് എ ഇ ദ ഹോൾ സ്ക്വയർ മീൻസ് 4 മൈനസ് എ സ്ക്വയർ. അപ്പൊ ഇക്വേഷൻ ഇനി അടുത്ത് ശ്രദ്ധിച്ചോളാം. ഈ ഹൈപ്പർബോളയിൽ നമ്മൾ ഈ വാല്യൂ റീപ്ലേസ് ചെയ്യുകയാണ്. സോ ഇറ്റ് ബിക്കംസ് 2 by a സ്ക്വയർ മൈനസ് 3 by ഇത് 4 മൈനസ് എ സ്ക്വയർ
equals 1. ഇതിൽ റീപ്ലേസ് ചെയ്യാണ്. LCM എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 minus 2a square അടുത്ത minus 3a square equals 4a square minus a raised to 4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആൻസർ ആണ്. നൗ ഇത് ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോൾ a raised to 4 ഉണ്ട്. അടുത്ത മൈനസ് 9a സ്ക്വയർ ഉണ്ട്. പിന്നെ പ്ലസ് 8 ഈക്വൽസ് 0. ഇനി നിങ്ങൾക്കറിയാം ഇത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എ സ്ക്വയർ മൈനസ് 8 ഈക്വൽസ് 0. ഇതിൽ എ സ്ക്വയർ ഈക്വൽസ് 1 മാത്രം എടുക്കുക. കാരണം എ സ്ക്വയർ ഈക്വൽസ് 8 എന്ന് എടുത്താൽ b square becomes negative. അപ്പോൾ ആ വാല്യൂ നോട്ട് പോസിബിൾ. സോ വി ഹാവ് ടു ടേക്ക് a square as 1. അപ്പോൾ a square 1 എന്ന് എടുക്കുമ്പോൾ b square becomes 4 minus 1 3. അതായത് ഇക്വേഷൻ becomes x square by 1 minus y square by 3 equals 1. ഇതാണ് നമ്മുടെ L. പിന്നെ ഇക്വേഷൻ അത് ഹൈപ്പർബോള. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പി എന്ന പോയിന്റിലെ ടാൻജന്റ്. ഇപ്പൊ പി എന്ന പോയിന്റിലെ ടാൻജന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം എക്സ് എക്സ് എന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സിന് പകരം √2 എന്നും അടുത്ത മൈനസ് വൈ സ്ക്വയർ വൈ എന്ന് പറയുന്നത് √3 ആണ്. അപ്പൊ 3/3 എക്സ് സ്ക്വയർ 3 അല്ല ഇത് വൈ എന്ന് പറയുമ്പോൾ വൈ ഇൻറ്റു ഒരയ്ക്ക് പകരം √3 ഈക്വൽസ് 1. ഇതിൽ ക്യാൻസലേഷൻ നടത്തുമ്പോൾ എക്സ് √3 മൈനസ് വൈ ബൈ √3 ഈക്വൽസ് 1 എന്ന് കിട്ടും. ഇതാണ് ടാൻജന്റ് അറ്റ് ദ പോയിന്റ്. ഈ പോയിന്റ് ഇത് ഏതിൽ കൂടെ പാസ് ചെയ്യുന്നു എന്നറിയുന്നതിന് ഈ ഇക്വേഷനെ ഇതിലേത് പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നോക്കുക. അപ്പോൾ ദിസ് വിൽ ബി ദ പോയിന്റ് which satisfies this equation, which means the tangent at the point passes through 2√2 3√3. ഒന്നുകൂടെ ആദ്യ ഇക്വേഷൻ ഹൈപ്പർബോള കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ടാൻജന്റ് ടു ദ ഹൈപ്പർബോള അറ്റ് ദ പോയിന്റ് ഇതാ ഇവിടെ എഴുതി. മറക്കണ്ട, എക്സ് സ്ക്വയറിനെ എക്സ് എക്സ് വൈ സ്ക്വയറിനെ വൈ വൈ എന്ന് വിചാരിച്ചിട്ട് ഒരു എക്സിന് ഒരു വയ്ക്കുമ്പോൾ ആ പോയിന്റ് റീപ്ലേസ് ചെയ്തു. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി. ഇനി ഈ ടാൻജന്റ് ഏത് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഈ പോയിന്റ്സ് ഓരോന്നായിട്ട് കൊടുക്കുമ്പോൾ ആ തേർഡ് കോർഡിനേറ്റ് വിൽ സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ. ഹെൻസ് ഇറ്റ് പാസസ് ത്രൂ ദ പോയിന്റ് 2√2 3√3. സോ ദാറ്റ് ഈസ് ദി ഓപ്ഷൻ. ഓർമ്മിച്ച് വെച്ചോളണം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. Now coming to the second question. A hyperbola has set its center at the origin, passes through the point 4 2, has the transverse axis of length 4. Then axis along the x-axis എന്നും പറഞ്ഞിട്ടുണ്ട്. Then the eccentricity of the hyperbola. സാമാന്യം നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ വരുമോ എന്ന് പേടിക്കണ്ട. ഇത് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച കാരണം നമുക്ക് അർത്ഥം മനസ്സിലാവണം. ഇതാണ് പ്രധാനം. അപ്പോൾ കേട്ടോളൂ. നമുക്ക്
center at the origin made by x square by a square minus y square by b square equals 1. നമുക്ക് തന്നിരിക്കുന്നു the transverse axis അതായത് 2a is 4 from which a is 2 അപ്പോൾ a കിട്ടി and it passes through 4 2 ആവുമ്പോൾ ഇത് 16 by a square എന്ന് പറയുമ്പോൾ 4 എന്ന് കിട്ടും ഇതിൽ നിന്ന് a എന്ന് പറഞ്ഞാൽ 2 എന്ന് അറിയാമേ അപ്പോൾ മൈനസ് passes through another point 2 വരുമ്പോൾ അത് 4 by b square is equal to 1. So what is 4 by b square എന്ന് ചോദിച്ചാൽ it will be 16 by 4 that is 16 by 4 ആണ് minus 1 ശരിയായോ equals 3. So what is b square എന്ന് ചോദിച്ചാൽ 4 by 3 ശരിയെന്ന് നോക്കിക്കോണേ passes through 4 2 ആണ് അപ്പോൾ ഇത് 16 by 4 minus 4 by b square equals 1. So ഇത് 4 ആയി അപ്പോൾ 4 by b square എന്ന് പറയുന്നത് 3 ആയി അപ്പോൾ b square എന്ന് പറയുന്നത് 4 by 3. ഇനി then what is the eccentricity of the hyperbola എന്നാണ് question. You know eccentricity ഉള്ള relation b square equals a square into e square minus 1 in which b square is 4 by 3 equals a square means it is 4 into e square minus 1. രണ്ട് സൈഡും 4 ക്യാൻസൽ ചെയ്യാം. So what is e square minus 1 എന്ന് ചോദിച്ചാൽ it will be എത്ര 1 by 3. So what is e square എന്ന് ചോദിച്ചാൽ it is 4 by 3. So e is equal to 2 by root 3. You know the first option is the answer. ഇതിനകത്ത് സമയമൊന്നുമില്ല നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഈ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ബോർഡിൽ എഴുതുമ്പോൾ എടുക്കുന്ന സമയമാണ് നിങ്ങൾ സ്പീഡാണെങ്കിൽ ഇത് 1.5 മിനിറ്റിനകത്ത് തീർക്കാൻ പറ്റും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Now coming to the next question. The equation of the tangent, equation of a tangent to the hyperbola parallel to the line is ഇതില്ല ഏത് നമുക്ക് ഒരുപാട് തരത്തിൽ ഇത് പ്രൊസീഡ് ചെയ്യാം. ഒന്നുകൂടെ equation of the tangent to the hyperbola which is parallel to the line x minus y equals to is you know the equation of the tangent to the hyperbola എന്ന് പറയുന്നത് y is equal to mx plus or minus root of a square m square minus b square. ഓർത്തോട്ടിക് ബ്ലോക്സിന് മുമ്പ് കണ്ടീഷൻ ഫോർ ടാൻജൻസിൽ പറഞ്ഞതാണ് ഇത് മറക്കരുത്. അപ്പൊ ഇതിലെ സ്ലോപ്പ് എത്ര എന്ന് ചോദിച്ചാൽ but the tangent is parallel to this. ഈ പാരലൽ എന്ന് പറയുമ്പോൾ you know the slopes are equal. ഇതിന്റെ സ്ലോപ്പ് എത്രയെന്ന് വെച്ചാൽ മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് വൈ നിർത്തരുത് പ്രൊവൈഡഡ് എക്സ് ആൻഡ് വൈ ആർ ഓൺ ദ സെയിം സൈഡ്. അപ്പോൾ -1 by -1 which is 1 ഇതായിരിക്കണം ടാൻജന്റിന്റെ സ്ലോപ്പ് because tangent is parallel to this line. തിരിച്ചിവിടെ റീപ്ലേസ് ചെയ്യുമ്പോൾ y is equal to 1x plus or minus root of a square minus b square because m happens to be 1. ഇതിൽ എയും ബിയും അറിയാൻ നോക്കൂ. 4x square minus 5y square equals 20. സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ x square by 5 minus y square by 4 equals 1 in which a square is 5, b square is 4, so this will be x plus or minus 1. അപ്പോൾ രണ്ടെണ്ണം കിട്ടുമ്പോൾ ഒന്ന് x minus y plus 1 equals 0, വേറൊന്ന് x minus y minus 1 equals 0. ഇതിൽ നമുക്ക് രണ്ടും ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ വിൽ ബി ദ കറക്റ്റ് വൺ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്ത് സിമ്പിൾ എന്ന് നോക്കുക. പക്ഷേ ഈ ഫോർമുല അറിയണം. ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഈസ് ദിസ്. അതിൻ്റെ സ്ലോപ്പ് അറിയാം m.
പക്ഷേ ടാൻജന്റ് ഈസ് പാരലൽ ടു എ ഗിവൺ ലൈൻ എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ സ്ലോപ്പ് ഇതും കൂടെ ഇക്വേറ്റ് ചെയ്തപ്പോൾ എം കിട്ടി, തിരിച്ച് റീപ്ലേസ് ചെയ്തു. ഇക്വേഷനെ സ്റ്റാൻഡേർഡൈസ് ചെയ്തപ്പോൾ എ ഈക്വൽസ് 5, എ സ്ക്വയർ ഈക്വൽസ് 5ഉം ബി സ്ക്വയർ ഈക്വൽസ് 4 എന്ന് കിട്ടി. റീപ്ലേസ് ചെയ്ത് 2 ആൻസർ കിട്ടി. അതിൽ ഒരു ആൻസർ ഇവിടെ ഉണ്ട്. സോ ദാറ്റ് വിൽ ബി ദി ഓപ്ഷൻ. മനസ്സിലായല്ലോ? സംശയം വരരുതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ. Okay. The equation of a tangent to a hyperbola. Sorry, that we have done now. Finally. Okay. So, coming to the next question. If a hyperbola has length of its conjugate axis equal to 5, transverse axis is the conjugate axis. In which 2b is given as 5. For b area 5/2. Distance between the foci are 2ae and it is given as 13. Then the eccentricity of the hyperbola. ശ്രദ്ധിച്ചോണ്ടേ, JEE മെയിനാണ് ക്വസ്റ്റ്യൻ. എന്ത് സിമ്പിൾ എന്ന് ആലോചിച്ച് നോക്കുക. എക്സെൻട്രിസിറ്റി ആണ് കാണേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾക്കറിയാം ബി എന്ന് പറയുന്ന 5/2 ആണ്. അപ്പോൾ ബി സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ മൈനസ് 1. ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ AE ദ ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ദാറ്റ് ഈസ് ബി സ്ക്വയർ വരുമ്പോൾ 25/4 ഈക്വൽസ് AE means 13/2 in the square minus a square. Left side എടുക്കുമ്പോൾ a square equals പിന്നെ ഇത് 169/4 minus ഇത് 25/4. So that will be 144/4 which is therefore yes, it നമുക്ക് simplify a square 36 എന്ന് കിട്ടി. അപ്പോൾ ഇത്രയും നമുക്ക് എ സ്ക്വയർ കിട്ടി, ബി സ്ക്വയർ കിട്ടി. ഇനി ഈ കണ്ടുപിടിക്കാൻ വേറെ പ്രയാസമില്ലല്ലോ, ഇതിൽ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറയുന്നത് 25/4 ഈക്വൽസ് എ സ്ക്വയർ എന്ന് പറയുന്നത് 36 ഇൻറ്റു ഇ സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ ശരി എന്നെ നോക്കിക്കോളാം, ഞാൻ എഴുതുന്ന സൈൻ ചിലപ്പോൾ തെറ്റാം. 25/4 ഇൻറ്റു 36. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ പറ്റുമോ? അപ്പോൾ ഇ സ്ക്വയർ ഈക്വൽസ് എവിടെയാണ് തെറ്റിയെന്നോട് നോക്കാം. 1 + 25/144. സോ ദിസ് ഈസ് ഈക്വൽ ടു LCM എടുക്കുമ്പോൾ 169/144. സോ ഇ വിൽ ബി ഈക്വൽ ടു 13/12. അങ്ങനെ ഉണ്ടോ? 13/12. ഞാൻ എഴുതിയതിൽ സ്വല്പ സമയം കൂടുതൽ എടുത്തു, അങ്ങനെ പാടില്ല. കംപ്ലീറ്റ് തിയറി മനസ്സിലാക്കിക്കോളൂ. എക്സെൻട്രിസിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം പലപ്പോഴും ഈ തരത്തിൽ വരാറുണ്ട്. സോ ദി ആൻസർ ഈസ് 13/12. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. A hyperbola passes through the foci of the ellipse. അപ്പോൾ രണ്ട് ഫോക്കസുകളിലും കൂടെ എലിപ്സ് ഒരു ഹൈപ്പർബോള പാസ് ചെയ്യുന്നു. And the product of their eccentricities is 1. രണ്ട് ഹൈപ്പർബോളയുടെയും എലിപ്സിൻ്റെയും പിന്നെ എക്സെൻട്രിസിറ്റികളുടെ പ്രോഡക്റ്റ് 1 എന്ന് തന്നിട്ടുണ്ട്. Then what is the equation of the hyperbola എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയോളൂ, ശ്രദ്ധിച്ചത് മനസ്സിലാക്കിക്കൊള്ളണം. നോക്കണേ, നമുക്ക് തന്നിരിക്കുന്ന എലിപ്സിൻ്റെ പിന്നെ എ എന്ന് പറയുന്നത് 5 ആണ്, ബി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം പിന്നെ എൻ്റെ ഫോക്കസ് പറയാം. ±AE0 എന്നാണ് ഫോർമുല. അപ്പോൾ അതിൽ ഇ അറിയണം. അതിന് ബി സ്ക്വയർ ഈക്വൽസ് എ സ്ക്വയർ ഇൻറ്റു എലിപ്സ് ആയതുകൊണ്ട് 1 - e² ആണ്.
അപ്പോൾ 4 is equal to 5 into 1 minus e square. അപ്പോൾ what is 1 minus e square എന്ന് ചോദിച്ചാൽ 4/5. ഇത് റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ പിന്നെ e square is equal to 1 minus 4/5 ഇങ്ങനൊന്നും എഴുതിക്കൂടാ. സോ ദി ആൻസർ ഈസ് 1/5. അപ്പോൾ what is e എന്ന് പറയുന്നത് 1/√5. ഇതാണ് എക്സെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോഴേ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് എ ഇ വരുമ്പോൾ √5 ക്യാൻസൽ ചെയ്യുമ്പോൾ ശരിയാണേ നോക്കിയോളൂ. എ സ്ക്വയർ അവിടെ ഒരു വലിയ തെറ്റ് കാണിച്ചു. ബി സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്, എ സ്ക്വയർ 25 ആണ്. അപ്പം ഞാൻ കൃത്യമായിട്ട് കാണിച്ചു. അപ്പോൾ ഇത് 16/25 ആണ്. അപ്പോൾ ഇ സ്ക്വയർ എന്ന് പറയുന്നത് 1 minus 16/25. അപ്പോൾ ഇത് 25ഉം ഇപ്പുറത്ത് 9ഉം വരും. സോ ദി ആൻസർ ഈസ് 3/5. അപ്പോൾ ഇതിൽ റീപ്ലേസ് ചെയ്യുമ്പോൾ പ്ലസ് ഓർ മൈനസ് എ ഇ 5. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ഇതാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈപ്പർബോള പാസസ് ത്രൂ ദ ഫോസൈ. അപ്പോൾ നമുക്ക് ആ ഹൈപ്പർബോളയെ x² minus y² = 1 എന്ന് എടുക്കാം. അപ്പോൾ ഈ ഹൈപ്പർബോള പാസസ് ത്രൂ പ്ലസ് ഓർ മൈനസ് 30. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 30 എന്ന് പറയുമ്പോൾ ഇത് 9/a² മൈനസ് ഇത് 0 ആയി ഈക്വൽസ് 1. സോ വാട്ട് ഈസ് a² എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 9. ഇനി അടുത്ത് തന്നിരിക്കുന്നു ഇതിൻ്റെ എക്സെൻട്രിസിറ്റി, എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി എന്നും ഹൈപ്പർബോളയുടെ ഈ ഡാഷ് എന്നും വിചാരിച്ചോ. Then we are given that their product is 1. അതിൽ ഈ നിങ്ങൾക്കറിയാം. സോ വാട്ട് ഈസ് ഇ ഡാഷ് എന്ന് വെച്ചാൽ 1/e, ദാറ്റ് ഈസ് 1/5 അല്ല 5/3 എന്ന് കിട്ടും. ഇനി നമുക്ക് ബി സ്ക്വയർ ആണ് കാണേണ്ടത്. ബി സ്ക്വയറിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. b² = a² ഇൻറ്റു e² - 1 ആണ്. നമുക്ക് ഈ അല്ല ഇവിടെ ഈ ഡാഷ് എന്ന വാക്കാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അപ്പോൾ അതിവിടെ റീപ്ലേസ് ചെയ്യുമ്പോൾ b² എന്ന് പറയുന്നിട്ട് നമുക്ക് ഏതോ ഒന്ന് കിട്ടി, a² കിട്ടി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു e ഡാഷ് എന്ന് പറയുന്നത് 25/9 മൈനസ് 1. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴേ ഇത് 9 വരും. അവ 9 ക്യാൻസൽ ചെയ്യുമ്പോൾ 16 എന്ന് വരും. അപ്പോൾ x²/a² minus y²/b² = 1 എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അതിൽ a² എന്ന് പറയുന്ന 9 കിട്ടി, b² 16. അപ്പോൾ ഇതാ this will be the answer. x²/9 minus y²/16 is equal to 1 is the correct answer. Our relations correctly identify and apply it properly. അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ശ്രദ്ധിച്ചു വെച്ചോളാം. സോ നൗ ഇത്രയും പ്രോബ്ലം നല്ലവണ്ണം പഠിക്കുക. നമുക്കിതുപോലെ അടുത്ത ഏതെങ്കിലും 1-2 ക്ലാസ് കൂടെ എടുത്തു തരാം. സോ താങ്ക് യു.